ഒരു സിനിമ നിർമ്മിക്കുന്നതിന് മുമ്പ്, നിർമ്മാണം ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇത് നിർമ്മിച്ച് റിലീസ് ചെയ്താൽ വിജയിക്കുമോ ഇല്ലയോ, ബോക്സ് ഓഫീസ് ഹിറ്റ് ആകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇതാ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വരുന്നു. അതിന് പിന്നിൽ ഒരു സംഘം മലയാളികൾ കൂടിയായാൽ, IT വിദഗ്ധരായ മലയാളികൾ കൂടിയായാൽ എങ്ങനെയുണ്ടാകും? ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു AI അധിഷ്ഠിത, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഒരു സോഫ്റ്റ്വെയർ ഇതിനായി ഡെവലപ്പ് ചെയ്തത് എന്ന് സംരംഭകർ അവകാശപ്പെടുന്നു. ചെറുപ്പക്കാരുടെ ഒരു ടീം, അതിന് തലപ്പത്ത് അല്പം കൂടി മുതിർന്ന, കോളേജിലെ പഠനകാലം മുതൽ എനിക്ക് പരിചയമുള്ള ഒരു മലയാളി സംഘം ലോക സിനിമയിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് വളരെ പ്രതീക്ഷ നൽകുന്നു. കാരണം പലരും സിനിമയെടുത്തിട്ട് എത്രയോ നിർമ്മാതാക്കൾ കുളം തോണ്ടിയിരിക്കുന്നു, എത്രയോ പേർ കുത്തുപാള എടുത്തിരിക്കുന്നു. അപ്പൊ ഇവർ അവകാശപ്പെടുന്നത്, അവർ പറയുന്നത്, ഒരു സിനിമ നിർമ്മിക്കുന്നതിന് മുമ്പ് കഥയും തിരക്കഥയും ഒക്കെ ആകുന്ന ഘട്ടത്തിൽ ഈ AI ബേസ്ഡ് നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചില വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചിത്രം നിർമ്മിച്ച് റിലീസ് ചെയ്തിട്ട് വിജയിക്കുമോ ഇല്ലയോ, ബോക്സ് ഓഫീസ് ഹിറ്റ് ആകുമോ, അതോ സാധാരണ വിജയം നേടുമോ, അതോ കൂപ്പ് കുത്തുമോ, കുത്തുപാള എടുക്കുമോ എന്ന് കൃത്യമായി പറയാൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിന് തലപ്പത്ത് ഷെയ്ൻ സദാനന്ദ്. ഞാൻ പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അവിടെ പഠിച്ച ഷൈനുമായിട്ട് എനിക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതേക്കുറിച്ചൊരു മാധ്യമ ശ്രദ്ധ കിട്ടണമല്ലോ എന്ന് കൂടിയാണ് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഷെയ്ൻ സദാനന്ദും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 4 IT എഞ്ചിനീയർമാരുമാണ് ഈ സംരംഭത്തിന് പിന്നിലുള്ളത്. ഇനി അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു AI പ്ലാറ്റ്ഫോം വിജയിച്ചാൽ ഒരുപക്ഷെ അതൊരു വലിയ സംഭവമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പരാജയപ്പെട്ടാൽ അവർക്ക് ഈ സ്ഥാപനം പൂട്ടിക്കെട്ടി പോകേണ്ടി വരും. ഈ 2 സാധ്യതകൾ മുന്നിൽ വെച്ചിട്ടുള്ളൊരു ഞാണിന്മേൽ കളിയാണ്, ഒരു റിസ്ക് ആണ് ഷെയ്ൻ സദാനന്ദും കൂട്ടാളികളും ഏറ്റെടുത്തിരിക്കുന്നത് എന്നുകൂടി ഇവിടെ പറയട്ടെ. ഇനി വിശദാംശങ്ങളിലേക്ക് വരാം. എന്താണ് അവർ തുടങ്ങിയ സ്ഥാപനത്തിന്റെ പേര്? സൈനെക്സ്റ്റ് എന്നാണ്. Synext.ai. അപ്പൊ ഈ സോഫ്റ്റ്വെയറിന് ഇട്ടിരിക്കുന്ന പേരും സൈനെക്സ്റ്റ് എന്നാണ്. SINEXT, സൈനെക്സ്റ്റ്. അപ്പൊ ഇവര് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഇതൊരു പ്രവചനമാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കഥയും തിരക്കഥയും അണിയറ പ്രവർത്തകരും നടീനടന്മാരും ഒക്കെ സെലക്ട് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ആ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ പണം മുടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വിജയിക്കുമോ, പണം മുടക്കി കോടികൾ മുടക്കിയാണ് സിനിമ എടുക്കുന്നത്, വിജയിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൽ പരം എന്താണ്? അപ്പൊ ഒരു നിർമ്മാതാവിനും പണം നഷ്ടപ്പെടാതെ സിനിമ എടുക്കാൻ കഴിയുമെന്നൊരു സാധ്യതയിലേക്ക് നിർമ്മിത ബുദ്ധി വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. അതും മലയാളികളായ ഒരു സംഘം അതിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഷെയ്ൻ സദാനന്ദും കൂട്ടരും ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി അവർ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഡാറ്റ അല്ലെ മെറ്റീരിയൽസ്. ഒന്ന്, കഥ കൃത്യമായിട്ട് അവർക്ക് അതിന്റെ ഒരു ത്രെഡ് അറിയണം. 2, തിരക്കഥയുടെ സ്വഭാവം അറിയണം. പിന്നെ ആ ഉള്ളടക്കങ്ങൾ, അതുകൂടാതെ അഭിനേതാക്കളുടെ പട്ടിക, ലിസ്റ്റ്, ആരൊക്കെ, നടന്മാർ, മറ്റു നടന്മാർ, അതുപോലെ പിന്നെ അണിയറ പ്രവർത്തകർ, സംവിധായകൻ മുതൽ ക്യാമറ മുതൽ അങ്ങോട്ട് അണിയറ പ്രവർത്തകർ ആരൊക്കെ, പിന്നെ ബജറ്റ്, സിനിമയുടെ ബജറ്റ് എത്രയാണ്, സിനിമയുടെ നിർമ്മാണ ബജറ്റ് എത്രയാണ്, പിന്നെ ഇതോടൊപ്പം പിന്നെ സാമൂഹിക പശ്ചാത്തലം, സിനിമയുടെ കഥയുടെ സാമൂഹിക പശ്ചാത്തലം, അതിന്റെ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ എങ്ങനെ വരാം, ഇത്തരം 100ഓളം പാരാമീറ്റേഴ്സിലെ വിവരങ്ങൾ വെച്ചിട്ടാണ് അവർ ഈ പ്രവചനം നിർമ്മിത ബുദ്ധിയിലൂടെ, AI നടത്തുന്നത്. അപ്പൊ അതിന് പിന്നിൽ ഒരു അധ്വാനമുണ്ട്, ഡാറ്റ അനാലിസിസിന്റെ. ഇപ്പൊ ഡാറ്റ മൈനിങ് ആണല്ലോ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഡാറ്റ അനാലിസിസ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ 100ഓളം ഘടകങ്ങള്, വിവരങ്ങള് പഠിച്ച്
വിശദമായിട്ട് പഠിച്ച് അതിനുശേഷമാണ് അവര് സൈനെക്സ്റ്റ് അഭിപ്രായം പറയുന്നത്. നിങ്ങൾ നിർമ്മാതാവിനോട് അല്ലെ സംവിധായകനോട് നിങ്ങൾ ഈ സിനിമ നിർമ്മിച്ചാൽ പരാജയപ്പെടാം, അല്ലെങ്കിൽ വിജയിക്കാം. പരാജയപ്പെടുന്ന സിനിമ നിങ്ങൾ എടുക്കണ്ട, അല്ലെങ്കിൽ ആ കഥയിലും തിരക്കഥയിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് എങ്ങനെ പുതിയൊരു കഥയായിട്ട് അല്ലെ പുതിയൊരു പ്രോജക്റ്റായിട്ട് അതിനെ ഏറ്റെടുത്ത് എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുമോ അക്കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ച് അതും അതിന്റെ വിശദാംശങ്ങളും തരാം എന്നാണ് സൈനെക്സ്റ്റും ഷെയ്ൻ സദാനന്ദ് പറയുന്നത്. ഇനി റേറ്റിംഗ് അവർ സൈനെക്സ്റ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 10 പോയിന്റ് വരെയുള്ള റേറ്റിംഗിൽ 7.5 റേറ്റിംഗ് ഉണ്ടെങ്കിൽ അത് സൂപ്പർ ഹിറ്റ് ആകും. 7.5 മുതൽ 10 വരെ അത് സൂപ്പർ ഹിറ്റ്, ഏറ്റവും ഹിറ്റാകുന്ന സിനിമകൾ. ഇനി 5.5 മുകളിൽ 7.5 വരെ, 5.5 മുതൽ 7.5 വരെ പോയിന്റ് കിട്ടിയാൽ ആ സിനിമ വിജയിക്കും. എന്നിട്ട് ഷൂട്ടിംഗ് തുടങ്ങാം. ഇനി 4.5 താഴെയാണെങ്കിൽ, അതായത് 1 മുതൽ 4.5 താഴെയാണെങ്കിൽ, ഉള്ളിലാണെങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. ആ സിനിമ തകർന്നടിയും, കുത്തുവാളയെടുക്കും, നിർമ്മാതാവിന്റെ കാശും പോവും, കീശയും കാര്യമാവും. ഇതാണ് ഇവര് സൈനെക്സ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഈ AI നിർമ്മിത, മനുഷ്യനിർമ്മിത ബുദ്ധിയുടെ പുതിയ ഈ പറയുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അവര് പറയുന്നു ലോകത്ത് ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്തും ഇങ്ങനെ ഒരു മനുഷ്യനിർമ്മിത ബുദ്ധിയുടെ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഞങ്ങളാണ്, അതും മലയാളികളാണ്, ഞങ്ങളാണ് സൈനെക്സ്റ്റിന്റെ പേരിൽ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. എന്തായാലും ഇവരുടെ ആദ്യ പരീക്ഷണത്തിന് മലയാളത്തിലെ തന്നെ, ഇപ്പൊ ഏത് ലോക സിനിമയിൽ ഇത് അപ്ലൈ ചെയ്യാം, ഭാഷയോ നാടോ ഒന്നും പ്രശ്നമല്ലല്ലോ. അപ്പൊ ഞങ്ങള് നിർദ്ദേശിക്കുന്നത് ലഫ്രൈറ്റ് ബോയ്സിന് പറയാനുള്ളത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പറയാൻ പോകുന്നത്, മലയാളത്തിലെ ഏതെങ്കിലും ഒരു നിർമ്മാതാവ് നല്ല സിനിമകൾ, നല്ലതെന്നല്ല വിജയിച്ച സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിർമ്മാതാവ്, ഇനി അല്ലെങ്കിൽ ആരുമാവട്ടെ, പരാജയപ്പെട്ട സിനിമകൾ നിർമ്മിച്ച് പിന്നെ പണം നഷ്ടപ്പെട്ട നിർമ്മാതാക്കൾക്കും വേണമെങ്കിൽ പരീക്ഷിക്കാം. ഒരു പുതിയ കഥയും തിരക്കഥയും സംവിധായകനും അണിയറ പ്രവർത്തകരും നടീനടന്മാരും ഒക്കെ ആയിട്ടൊരു പ്രൊജക്റ്റ് ആക്കിയിട്ട് സൈനെക്സ്റ്റിനെ സമീപിച്ചാൽ അവർ ഇങ്ങനെ പഠിച്ചിട്ട് പറയും, 100ഓളം ഘടകങ്ങൾ പഠിച്ചിട്ട് പറയും ഈ സിനിമ വിജയിക്കുമോ ഇല്ലയോ, നിങ്ങൾ ഈ പണിക്ക് പോണോ വേണ്ടയോ എന്നുള്ളത്. അതൊരു നല്ലൊരു അവസരമല്ലേ. അപ്പൊ അതിന് മലയാളത്തിലെ ഏതെങ്കിലും നിർമ്മാതാക്കളെ ഞങ്ങൾ സൈനെക്സ്റ്റിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം.